പൈസ എടുക്കളെ. എത്രയാ? 80. അപ്പൊ ശരിയെന്നാ, എല്ലാവർക്കും പറയണ എന്റെ മോളെ കണ്ടെന്ന് കേട്ടാ. പറയാം. ആ മനു ദാട്ടെ നോക്കിയാണ്, എവിടെ വാർത്തയുണ്ട് ഇതില്, ഫോട്ടോ ഉണ്ട്. വാർത്ത മാത്രല്ല, ഇന്റർവ്യൂ ഞങ്ങള് കണ്ടായിരുന്നു. കണ്ടാ മക്കളെ? കണ്ടു. ഇഷ്ടപ്പെട്ടു. അമ്മ കുറച്ച് പത്രം എടുത്ത് മഞ്ഞുന്റെ കൈ കൊടുത്താട്ടാ, കൂട്ടരെ മറക്ക് കൊണ്ട് കൊടുക്കട്ടെ. ഇല്ല വേണ്ട, ഞാൻ വേറെ കൊടുത്തോളാം. ഇല്ല വേറെ കൊടുത്തോളാം, ഇത് വേണ്ട. എന്നാ ശരി. ശരി. കിട്ടി. എവിടെ പോണ? എനിക്ക് ബിസിനസ് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുതിയൊരു മീറ്റിംഗ് ഉണ്ട് നാളെ. ഞാൻ പറഞ്ഞ കാര്യം. എന്ത് കാര്യം? പിക്കിൾസ് കമ്പനിയിൽ അണ്ണൻ വരുന്നത്. അമ്മയ്ക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഓ, അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് വലിയ ഗൗരവത്തിലൊന്നും ആയിരിക്കത്തില്ല. അത് മാത്രമല്ല, എനിക്ക് ഈ അടുക്കളയിലുള്ള കറി പൗഡർ, അച്ചാറ് ഇതുപോലത്തുള്ള അടുക്കള കച്ചവടത്തിന് താല്പര്യം. അതെ, ലക്ഷ്യങ്ങൾ എറിഞ്ഞ് കോടികൾ ഉണ്ടാക്കുന്നതാണ് ഞങ്ങളുടെ ബിസിനസ്. അതെ, ലക്ഷ്യം. വണ്ടി എടുത്ത് പോകാം. ഇല്ല, പെട്രോൾ ഇല്ല. പെട്രോൾ കഴിഞ്ഞ ദിവസം അടിച്ചത്. അല്ല, അത് പിന്നെ 50 രൂപ അടിച്ചാലേ അങ്ങോട്ട് പോകത്തുള്ളൂ. എന്ത് കഷ്ടമാണ്. നീ സെൽഫ് അടിച്ചു നോക്കി. സെൽഫ് എടുക്കുന്നില്ല, അടിച്ചു നോക്ക്. ഒന്നൂടെ. അണ്ണന്റെ അക്കൗണ്ടിൽ ഞാൻ ഒരു 5000 ഇട്ടിട്ടുണ്ട്. കോളി കിട്ടുമ്പോ തിരിച്ചു തന്നാ മതി. എല്ലാം കണക്കിൽ എഴുതി വെച്ചോ. എല്ലാം തരും കേട്ടോ. എല്ലാം തരും. ഇനിയിപ്പോ സ്റ്റാർട്ടായി. കൊച്ചമ്മ എന്തോന്ന് ആലോചിക്കുന്നത്? ചായ കുടിച്ചോണ്ടിരി. അല്ല, മാഡത്തിന്റെ മനസ്സേ ഇവിടെ എങ്ങുമല്ല. മാഡം ആദ്യമായിട്ട് ഈ ചുഴലിക്കാറ്റ് ഒടിച്ചു മടക്കി അവിടെ കാണും മാറ്റി വെക്കുക. ചുഴലിക്കാറ്റ് വീശയല്ലേ, മടക്കല്ലല്ലോ. എടാ, ചുഴലിക്കാറ്റ് ന്യൂസ് പേപ്പർ. അല്ല വേനേരെ, ഞാനേ ഇവിടെ ഉള്ള പലർക്കും കുറച്ച് സ്വാതന്ത്ര്യം കൂടുതൽ കൊടുക്കുന്നോന്നൊരു സംശയം. അതായത് കുടുംബമായാലും മാഡം ചില പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ നല്ലതാണ്. കറക്റ്റ്. അങ്ങനെ നോക്കുമ്പോഴേ എത്രയും വേഗം എന്റെ ഒരു ഇന്റർവ്യൂ വരണം. ഇന്റർവ്യൂ എന്ത് കേട്ടിട്ടില്ലേ? അല്ല, ഇന്റർവ്യൂ കേട്ടിട്ടുണ്ട്. ഇന്റർവ്യൂ എന്ന് പറയാൻ എന്താന്നറിയാം, പക്ഷെ എന്തോന്ന് പറഞ്ഞ് കൊടുക്കും. അയ്യാ, എന്തോന്ന് പറഞ്ഞു കൊടുക്കുമെന്ന്. അരിപ്പൊടി, അച്ചാറ്, ഗോതമ്പ് പൊടി എന്ന് വേണ്ട എത്ര കോടി ടേൺ ഓവർ ഉള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ മുതലാളിയാ ഞാന്. അതുപോലെ അച്ചാറ് കമ്പനിയുടെ ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ് കൊച്ചമ്മ. ഈ കൊച്ചമ്മണിയും സുരഭിയും കൂടെ ചെയ്ത ഇന്റർവ്യൂ ഇല്ലേ, അത് കണ്ടിട്ട് നമ്മൾ ബദലായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കും. എന്തായാലും ശരി, എന്റെ ഒരു ഇന്റർവ്യൂ വന്നേ പറ്റൂ. അതിനിപ്പോ അച്ചാറിന്റെ പേരിൽ അല്ലെങ്കിൽ എന്റെ പേര് വരണം. ഹൂ ഈസ് സുഹാസിനി എന്ന് ചോദിച്ചാലേ കൊച്ചു പിള്ളേർ വരെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നു.